നമസ്കാരം നന്ദു. ഓ നമസ്കാരം. സുഖമാണോ? സുഖം. ഓ യാ ഷുവർ. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദുവിനും അച്ചുവിനും ഈ ഹോട്ടലിൽ ഒരേ സ്ഥലത്ത് ജോലി കിട്ടി. ഈ സന്തോഷവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തു, വൈ ഷുഡൻറ്റ് ഐ ഗോ ഫോർ ഇറ്റ് ഇഫ് ദേ ഹാവ് മോർ ഓപ്പണിങ്സ് ഫോർ ബാർടെൻഡേഴ്സ്. അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റെപ്പായിട്ട് ഇവിടെ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ അവരെ മീറ്റ് ചെയ്തിട്ടൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിന്ന് ബാർ മാനേജർ കാണാൻ പറ്റിയില്ല, ബിക്കോസ് ഹി വാസ് ഇൻ എ മീറ്റിംഗ് വെൻ ഐ വാസ് ദേ ആൻഡ് എനിക്ക് വർക്കിന് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടിപ്പടച്ച് വർക്കിന് പോന്നു. പക്ഷേ അതൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇൻഫോം ചെയ്തു, ഞാൻ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മാനേജർ താഴെ വന്നിരുന്നു എന്ന്. മാനേജറെ കാണാൻ പറ്റിയില്ലെങ്കിലും ബുദ്ധിപരമായിട്ട് 2 നീക്കങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഒരു 7-8 മണി ആയപ്പോഴേക്കും എനിക്കൊരു മെസ്സേജ് വന്നു, വിച്ച് വാസ് എ ഇമെയിൽ ഫ്രം അലക്സാൻഡ്രോസ്, ദി മാനേജർ ഓഫ് ദ കമ്പനി. സോ മാനേജർ മീറ്റിങ്ങിലായിരുന്നുകൊണ്ട് ഞാനടുത്ത റിസപ്ഷനിസ്റ്റുമായിട്ട് ഒരു ചെറിയ ഫ്രണ്ട്ലി ചാറ്റിൽ ഏർപ്പെട്ടിരുന്നു. ആ ടൈം കൊണ്ട് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്ത് കൂടാണ്ട് ഈ റിസപ്ഷനിസ്റ്റിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ എൻ്റെ CV ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു. മാനേജർ അയച്ച മെയിലിൽ നാളെ ഒരു ഫോൺ കോൾ എപ്പോഴാണ് അവൈലബിൾ ആകുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. സോ റാദർ ദാൻ ഗോയിങ് ഫോർ എ ഫോൺ കോൾ ഐ ഷോൺ മൈ ഇൻട്രസ്റ്റ് ഫോർ എ ഇൻ പേഴ്സൺ മീറ്റിംഗ്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. പിറ്റേന്ന് രാവിലെ 11 മണിക്ക് എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു.